രേണുവിനെ കണ്ടിട്ട് ആരെങ്കിലും സെക്സിയാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞേ. സുന്ദരിയാണോന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഉദ്ദേശിച്ച സാധനമാണ്. സെക്സിയാണോന്ന്? ഈ വേഷത്തിൽ എന്നെ കാണാനാ ഭംഗിയെന്ന് മാജി പറഞ്ഞു. മറ്റേ ആ വിഷു ഷൂട്ടൊക്കെ ഇറങ്ങത്തില്ലേ, അപ്പൊക്കെ പറയാം. നിന്റെ അഭിനയത്തെ പറ്റി തരക്കേടില്ലാത്ത അഭിപ്രായം ഉണ്ട്. അത് ഞാനും കേട്ടു. ആക്ഷൻ. ഓ നെഗറ്റീവ്. അതാട്ടോ ഇപ്പൊ. അതുകൊണ്ട് നെഗറ്റീവ് ഇട്ടോളൂ. സൈക്കോ ആയി മാറി. അയ്യേ, പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലേ ഉള്ള ശീലമാ. അതുകൊണ്ട് നെഗറ്റീവ് ഇട്ടോളൂ. സൈക്കോ ആയി മാറി. അതെ, ആദ്യം നീ നന്നാകാൻ നോക്കും, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിനെ പോലെ ഉണ്ട്. എന്തായാലും ഒരു കുട്ടിയുള്ള അമ്മയെന്ന് പറയില്ല. എന്തായാലും ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും എന്താടാ പുച്ഛിച്ചൊരു ചിരി? അല്ല, റൊമാൻസിന് ഇങ്ങനെയും ചില മുഖങ്ങളുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. പഠിക്കുന്ന സമയത്ത് പ്രണയം ഉണ്ടായിരുന്നു. ഇല്ല. പ്രേമത്തിന് എരിവും പുളിയുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്തോ ഉണ്ടല്ലോ. അതെന്തോ ഉണ്ടല്ലോ. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യും. പറ, നീ വാ പൊളിക്കരുത് പ്ലീസ്. അസ്വസ്ഥരായിക്കോളൂ. നിങ്ങളെല്ലാം അസ്വസ്ഥരായിക്കോളൂ പഠിക്കാൻ പോകുമ്പോ. നീ രക്ഷപ്പെടില്ലടാ, നിന്റെ കാര്യം പോക്കാം. ഇങ്ങനെ എല്ലാരും കൂടെ ചവിച്ചാ ഞാൻ ഈ ഗതിയായത്. ഞാൻ +2 കഴിഞ്ഞ് കുറെ പഠിച്ചു. നേഴ്സിംഗ് പഠിച്ചു, ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സുചേട്ടൻ കല്യാണം കഴിച്ചത്. തോൽക്കാതിരിക്കാൻ എന്താ ഒരു വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ അത്? പഠിപ്പിക്കാതിരിക്കുക. ഹലോ, എന്താ നമ്മുടെ ഉദ്ദേശം? മനുഷ്യന് മനസ്സമാധാനം തരില്ല എന്ന് വല്ല വാശിയുണ്ടോ? നിങ്ങളുടെ റോളും ശരിയായില്ല, അഭിനയം മഹാബോറും. ഇപ്പോ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകത്തില് എനിക്ക് നല്ല റോളാണ്, ഞാൻ കലക്കും. എനിക്ക് പ്രതീക്ഷയില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.